വിശ്വാമിത്ര മഹർഷി ഇന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് ശ്രീരാമന് അസ്ത്രങ്ങൾ നൽകുവാൻ സന്നദ്ധനായി. രഘുനന്ദന, അത്യുത്തമമായ ഒരു മഹൽ കർമ്മമാണ് താടകവധം കൊണ്ട് നീ നിറവേറ്റിയിട്ടുള്ളത്. അതുമൂലം നിന്നോടെനിക്ക് അളവറ്റ സ്നേഹവാത്സല്യങ്ങൾ തോന്നുന്നു. അതുകൊണ്ട് നിനക്ക് ശക്തിസമ്പന്നങ്ങളായ നിരവധി ദിവ്യാസ്ത്രങ്ങൾ നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ആയുധങ്ങൾ കൊണ്ട് ഏത് നിലയിലുള്ള പ്രതിയോഗികളെയും പരാജയപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കും. നൽകാൻ പോകുന്ന അസ്ത്രങ്ങളുടെ പേരുകൾ എന്തെല്ലാമാണെന്ന് കേട്ടുകൊള്ളൂ. ദണ്ഡചക്രം, കാലചക്രം, ധർമ്മചക്രം, വിഷ്ണുചക്രം, ഇന്ദ്രചക്രം എന്നീ ചക്രായുധങ്ങൾ, ശൈവശിരസ്, ബ്രഹ്മശിരസ്, ബ്രഹ്മാസ്ത്രം എന്നീ സർവോത്തമ ശരങ്ങൾ, മംഗളദായിനികളായ ശിഖരിണി, മോദകി എന്നീ ഗദകൾ, ധർമ്മപാശം, കാലപാശം എന്നീ പാശങ്ങൾ, ശുഷ്കം, ആദ്രം എന്ന അശനിദ്വയം, പാശുപതാസ്ത്രം, നാരായണാസ്ത്രം, മുസലം, കപാലം, കിങ്കിണി ചന്ദ്രം വാണം, വർഷണാസ്ത്രം, ശോഷണാസ്ത്രം, ഗന്ധർവാസ്ത്രം, മായാമയം, സൗരം എന്നിങ്ങനെ വിശിഷ്ടമായ മറ്റു ചില ആയുധങ്ങളുമുണ്ട്. ഇവയൊക്കെയാണ് ഞാൻ തരാൻ പോകുന്നത്. ഈ അസ്ത്രങ്ങളെല്ലാം സശക്തങ്ങളും കാമരൂപികളുമാണ്. ഇത്രയും പറഞ്ഞ് വിശ്വാമിത്ര മുനി ആചമനം ചെയ്തു, ദേഹശുദ്ധി വരുത്തി. അതിനുശേഷം എല്ലാ അസ്ത്രങ്ങളുടെയും ആവാഹനം, പ്രയോഗം, പ്രത്യാഹാരം എന്നിവ സംബന്ധിച്ചുള്ള മന്ത്രങ്ങൾ ഉപദേശിച്ച് അവയെ ശ്രീരാമന് നൽകി. മഹർഷി ധ്യാനിച്ച മാത്രയിൽ എല്ലാ അസ്ത്രങ്ങളും ദേവതാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമ സന്നിധിയിൽ ബദ്ധഞ്ജലികളായി നിലകൊണ്ടിട്ട് പറഞ്ഞു: ശ്രീരാമചന്ദ്ര, ഞങ്ങൾ അവിടുത്തെ കിങ്കരന്മാരാണ്, ആജ്ഞാപാലകന്മാരാണ്. അത് കേട്ട ഉടൻ ശ്രീരാമചന്ദ്രൻ എല്ലാ അസ്ത്രമൂർത്തികളെയും കൈചേർത്ത് അവരെ സ്വീകരിച്ചു. നിങ്ങളെല്ലാവരും മതീയ മാനസവർത്തികളായി തീർന്നാലും യഥാവസരം സ്മരിക്കപ്പെടുമ്പോൾ മുമ്പിലെത്തുകയും വേണം. അസ്ത്രങ്ങൾ ശ്രീരാമനെ പ്രണമിച്ച് അന്തർഹിതരായി.